ഇന്ന് സംഭവിച്ച മുഴുവൻ വാർത്തകളും സമഗ്രമായി പ്രേക്ഷകരെ അറിയിക്കുകയാണ്. ഇന്ന് സംഭവിച്ചതിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യ വാർത്ത വീണ്ടെടുക്കാം വയനാടിനെ. പ്രധാനമന്ത്രിയുടെ വയനാട് സന്ദർശനത്തിൽ പ്രതീക്ഷയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് കേന്ദ്രത്തോട് സംസ്ഥാനം ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിൽ നിന്ന് സഹായം ലഭ്യമാകുമെന്ന് തന്നെയാണ് കരുതുന്നതെന്നും ദുരന്തത്തിന്റെ വ്യാപ്തി പഠിക്കാൻ കേന്ദ്രം 9 അംഗ ടീമിനെ നിയോഗിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇക്കാര്യത്തിൽ ഇവിടെ സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി കാര്യങ്ങൾ ഗൗരവമായി മനസ്സിലാക്കുകയും അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷ. വയനാട് ദുരന്തം ദേശീയ ദുരന്തമായും അതിതീവ്ര ദുരന്തമായും പ്രഖ്യാപിക്കണമെന്ന് കേന്ദ്രത്തോട് സംസ്ഥാനം ആവശ്യപ്പെട്ടിരുന്നു. ദുരന്ത തീവ്രത പരിശോധിച്ച് ഇക്കാര്യത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം 9 അംഗ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. വയനാട്ടിൽ ദുരന്തഭൂമിയിൽ നിന്ന് സൈന്യം ഭാഗികമായി പിൻവാങ്ങുന്നു. ബെയിലി പാലത്തിലെ കരസേനാ എഞ്ചിനീയറിംഗ് വിഭാഗവും ഹെലികോപ്റ്റർ തിരച്ചിൽ സംഘവും മേഖലയിൽ തുടരും. വികാരനിർഭരമായിരുന്നു സർക്കാർ ഒരുക്കിയ യാത്രയയപ്പ്. സൈന്യത്തിന്റെ പ്രവർത്തനം മറക്കാൻ കഴിയില്ലെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് 24 പറഞ്ഞു. വല്ലാത്ത വേദനയുണ്ട്. നമുക്കൊരു ധൈര്യമായിരുന്നു. പക്ഷേ അവരെ കൊണ്ട് എന്തൊക്കെയാണോ സാധ്യമാവുക അതെല്ലാം അവർ ചെയ്തു. ഇനി അവർക്ക് മറ്റു പല ഉത്തരവാദിത്തങ്ങളും ഉണ്ട്. പക്ഷേ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നമുക്കൊപ്പം നിന്നൊരു പോരാട്ടമാണ് നടത്തിയത്. അപ്പോൾ ആ പോരാട്ടത്തിൽ ഒരുമിച്ച് നിന്നവർ പോകുമ്പോൾ സ്വാഭാവികമായിട്ടുമുള്ള ഒരു പ്രയാസം ഞങ്ങൾക്കൊക്കെ ഉണ്ട്. പക്ഷേ അത് ഒരു അനിവാര്യമാണെന്ന് നമുക്കറിയാം. അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു. ആ ബെയിലി പാലം സൃഷ്ടിച്ചത് നമ്മുടെ രക്ഷാദൗത്യ പ്രവർത്തനത്തിന് ഏറെ ഗുണകരമായി. ഇതിലെ പ്രത്യേകത ജനങ്ങളും ആർമിയും നേവിയും സർക്കാർ സംവിധാനങ്ങൾ ഫയർഫോഴ്സും വനം വകുപ്പും അതുപോലെ തന്നെ മറ്റ് എല്ലാ ഫോഴ്സസും SOGയും എല്ലാവരും കേരള പോലീസും ഒക്കെ ഒരു കുടുംബമായി നിന്നുകൊണ്ടാണ്, ഒരു ടീമായി നിന്നുകൊണ്ടാണ് പോരാടിയത്. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ സ്വമേധയാ കേസെടുത്ത് ഹൈക്കോടതി. ഉരുൾപൊട്ടൽ അടക്കമുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കാൻ എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് പരിശോധിക്കാൻ സർക്കാരിന് കോടതി നിർദ്ദേശം നൽകി. ഹർജി നാളെ രാവിലെ പരിഗണിക്കും. വയനാട് ജില്ലയിലെ മുപ്പയ്യനാട് പഞ്ചായത്തിൽ ക്വാറിക്ക് അനുമതി നിഷേധിച്ച നടപടി റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരായ അപ്പീലുകൾ പരിഗണിക്കവെയാണ് ഡിവിഷൻ ബെഞ്ചിന്റെ ഇടപെടൽ. ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ സ്വമേധയാ കേസെടുത്ത ഹൈക്കോടതി ഉരുൾപൊട്ടലടക്കമുള്ള പ്രകൃതി ദുരന്തങ്ങളുണ്ടാകാതിരിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് പരിശോധിക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. നിയമനിർമ്മാണമടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കണമെന്ന് അഡ്വക്കേറ്റ് ജനറലിനെ വിളിച്ചുവരുത്തി നിർദ്ദേശം നൽകി. കേരളത്തിലെ ചില പ്രദേശങ്ങൾ പരിസ്ഥിതിലോല മേഖലകളാണ്. ഇവിടെ സുസ്ഥിര വികസനമടക്കം സാധ്യമാണോ എന്ന കാര്യത്തിൽ പുനർവിചിന്തനം വേണമെന്നും ഡിവിഷൻ ബെഞ്ച് വിലയിരുത്തി. പ്രകൃതി ദുരന്തങ്ങൾ ഇനിയുമുണ്ടാകാതിരിക്കാൻ നിയമനിർമ്മാണ സഭയും എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും കൂട്ടായി ആലോചിച്ച് തീരുമാനമെടുക്കണമെന്നും ഡിവിഷൻ ബെഞ്ച് ഓർമ്മിപ്പിച്ചു. ഹർജി നാളെ ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കും. 24 കൊച്ചി. വയനാട് ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായുള്ള 10ാം ദിവസത്തെ തിരച്ചിലും അവസാനിപ്പിച്ചു. ചാലിയാറിൽ നിന്ന് ഇന്ന് ഒരു ശരീരഭാഗം കണ്ടെത്തി. ദുരന്തബാധിതരെ കൂടി പങ്കെടുപ്പിച്ചുള്ള ജനകീയ തിരച്ചിൽ നാളെ നടക്കും. പതിവിൽ നിന്ന് വിപരീതമായി തിരച്ചിലിന് പ്രത്യേക പോയിന്റുകൾ മാർക്ക് ചെയ്തിരുന്നു ഇന്ന്. അതനുസരിച്ചാണ് സന്നദ്ധ പ്രവർത്തകരും ഫയർഫോഴ്സ് അടക്കമുള്ള രക്ഷാസംഘവും തിരച്ചിൽ നടത്തിയത്. കാലാവസ്ഥ പ്രതികൂലമായത് ദൗത്യത്തെ ബാധിച്ചു. പുഞ്ചിരിമട്ടിലും മുണ്ടക്കൈയിലും ഏതാണ്ട് 90% തിരച്ചിൽ പൂർത്തിയായി എന്നാണ് അധികൃതർ പറയുന്നത്. നഷ്ടപരിഹാരം ലഭിക്കാൻ അർഹതയുള്ളവർക്കെല്ലാം ലഭിക്കുമെന്ന് മന്ത്രി കെ രാജൻ. എത്രയിൽപ്പെടുത്തി കേരളത്തെ ഇക്കാര്യത്തിൽ പരിഗണിച്ചാൽ ഒരു വലിയ കാര്യമായി കിട്ടാവുന്ന മാക്സിമം സഹായങ്ങൾ സാധാരണ നിലയിൽ കിട്ടും. അതുകൊണ്ട് പ്രധാനമന്ത്രിയുടെ വരവിനെ പോസിറ്റീവായി ഞങ്ങൾ കാണുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശനിയാഴ്ച വയനാട്ടിലേക്ക് എത്തുന്നതിന് മുന്നോടിയായി SBG സുരക്ഷാ സംഘവും ദുരന്തഭൂമിയിലെത്തി സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തി. ഉരുൾപൊട്ടലിൽ മരിച്ചവരിൽ തിരിച്ചറിയാത്തവർക്കായി പുത്തുമലയിൽ 5ാം ദിനവും കൂട്ടസംസ്കാരം നടന്നു. 7 ശരീരഭാഗങ്ങളാണ് ഇന്ന് സംസ്കരിച്ചത്. നാളെ ദുരന്തത്തിൽ നിന്ന് അതിജീവിച്ച ആളുകളെ കൂടി ഉൾപ്പെടുത്തി ഉരുൾപൊട്ടൽ ബാധിത മേഖലകളിലെല്ലാം രാവിലെ മുതൽ ജനകീയ തിരച്ചിൽ നടത്തും. ടീം 24 വയനാട്.
വഖഫ് ബോർഡുകളുടെ അധികാരങ്ങളിൽ നിർണായക മാറ്റം വരുത്തുന്ന ഭേദഗതി ബിൽ കേന്ദ്ര സർക്കാർ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിട്ടു. ബില്ലിൽ സൂക്ഷ്മ പരിശോധന വേണമെന്ന പ്രതിപക്ഷ ആവശ്യം പരിഗണിച്ചാണ് നടപടി. ബിൽ മുസ്ലിം വിരുദ്ധവും ഭരണഘടനയ്ക്കെതിരുമാണെന്ന പ്രതിപക്ഷ വിമർശനത്തിനിടെയാണ് ലോക്സഭയിൽ വഖഫ് ബിൽ അവതരിപ്പിച്ചത്. Through this bill, they are putting a proviso that non-Muslims also be the member of the governing council. This provision, anybody, non-Muslims also be part of Waqf Council, is correctly an attack on the faith and freedom of religion. മതവിശ്വാസങ്ങളിൽ കടന്നുകയറാനുള്ള സർക്കാർ ശ്രമം അപകടകരമാണെന്ന് ഇ.ടി. മുഹമ്മദ് ബഷീർ ആരോപിച്ചു. ജനാധിപത്യം മുന്നോട്ട് വയ്ക്കുന്ന മതസൗഹാർദ്ദമാണ് ബില്ല് ചോദ്യം ചെയ്യുന്നതെന്ന് CPM അംഗം കെ രാധാകൃഷ്ണൻ കുറ്റപ്പെടുത്തി. This bill has breached our constitutional right of practice of religions. This bill has violated the constitutional article 25, 26, 27, 28 and 30. വഖഫ് ഭേദഗതി കാലഘട്ടത്തിന്റെ അനിവാര്യതയാണെന്നായിരുന്നു കേന്ദ്ര സർക്കാർ നിലപാട്. മുസ്ലിം മതവിശ്വാസികളെയല്ല വഖഫ് സ്വത്തുകൾ കൈയടക്കി വച്ചിരിക്കുന്നവരെയാണ് പ്രതിപക്ഷം പ്രതിനിധീകരിക്കുന്നതെന്നായിരുന്നു കിരൺ റിജിജുവിന്റെ മറുപടി. आर्टिकल 25 से लेकर के 30 तक किसी रिलीजियस बॉडी का जो फ्रीडम है उसमें कोई हस्तक्षेप नहीं किया जा रहा है, ना ही संविधान का किसी भी अनुच्छेद का इसमें उल्लंघन किया गया है. JDU, തെലുങ്ക് ദേശം തുടങ്ങിയ NDA ഘടകകക്ഷികളും ബില്ലിനെ അനുകൂലിച്ചു. ശബ്ദ വോട്ടെടുപ്പിൽ ബിൽ അവതരിപ്പിക്കാൻ സഭ അനുവാദം നൽകി. കൂടുതൽ പരിശോധനയ്ക്ക് ബിൽ വിധേയമാക്കണമെന്ന പ്രതിപക്ഷ നിർദ്ദേശം സർക്കാർ തുടർന്ന് അംഗീകരിച്ചു. സംയുക്ത പാർലമെന്ററി സമിതിയാകും വഖഫ് ഭേദഗതി ബിൽ വിലയിരുത്തുക. JPC പരിഗണിക്കുന്ന ബിൽ അടുത്ത സമ്മേളനത്തിൽ സഭ ചർച്ച ചെയ്യും. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി. പെരിന്തൽമണ്ണ തെരഞ്ഞെടുപ്പ് കേസിൽ മുസ്ലിം ലീഗ് MLA നജീബ് കാന്തപുരത്തിന് ആശ്വാസം. നജീബ് കാന്തപുരത്തിന്റെ വിജയം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് LDF സ്ഥാനാർത്ഥി KP മുഹമ്മദ് മുസ്തഫ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. കോടതി വിധി സന്തോഷകരമെന്ന് നജീബ് കാന്തപുരം MLA പ്രതികരിച്ചു. പെരിന്തൽമണ്ണയിൽ നജീബ് കാന്തപുരം വിജയിച്ചത് 38 വോട്ടുകൾക്കാണ്. സാങ്കേതിക കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി 348 പോസ്റ്റൽ വോട്ടുകൾ എണ്ണിയിരുന്നില്ല. ഇതിൽ 263 എണ്ണം പൊതുജനങ്ങളുടേതും 85 എണ്ണം സർക്കാർ ഉദ്യോഗസ്ഥരുടെയും വോട്ടുകളായിരുന്നു. ബാലറ്റിന് പുറത്ത് ഒപ്പും സീലും ഇല്ലാത്തതുകൊണ്ടാണ് വോട്ടുകൾ എണ്ണാതിരുന്നത്. എന്നാൽ പൊതുജനങ്ങളുടെ വോട്ടെങ്കിലും എണ്ണണമെന്നും ഉദ്യോഗസ്ഥരുടെ വീഴ്ചയാണ് അസാധുവാകാൻ കാരണമെന്നുമായിരുന്നു എതിർ സ്ഥാനാർത്ഥി KP മുഹമ്മദ് മുസ്തഫ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിലെ ആവശ്യം. എന്നാൽ ഹർജി ഹൈക്കോടതി തള്ളി. റിട്ടേണിംഗ് ഓഫീസറുടെ അധികാരത്തിൽ കോടതി ഇടപെട്ടില്ല. കോടതി വിധി സന്തോഷം നൽകുന്നുവെന്ന് നജീബ് കാന്തപുരം MLA. കേസിന്റെ ഓരോ ഘട്ടത്തിലും ആത്മവിശ്വാസം ഒട്ടും ചോരാതെയാണ് ഞാൻ നിന്നിട്ടുള്ളത്. കാരണം സത്യമുണ്ട് എന്ന ഉറപ്പ് എനിക്കുണ്ടായിരുന്നു. ജനങ്ങളുടെ പിന്തുണ എനിക്ക് ലഭ്യമായിട്ടുണ്ട് എന്ന ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു. അവരുടെ പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ ഫലമായിട്ട് ഞാൻ ഈ തെരഞ്ഞെടുപ്പ് വിജയത്തെ കാണുകയാണ്, വിധിയെ കാണുകയാണ്. കോടതി വിധി ദൗർഭാഗ്യകരമെന്ന് CPIM മലപ്പുറം ജില്ലാ സെക്രട്ടറി EN മോഹൻദാസ് പറഞ്ഞു. ആർക്കാണ് വോട്ട് ചെയ്തത് എന്നുള്ളത് ആ ബാലറ്റ് പൊട്ടിക്കുമ്പോഴേ അറിയുള്ളൂ. പക്ഷെ അത് വളരെ ന്യായമായ ഒരു പൗരൻ്റെ ജനാധിപത്യ അവകാശമാണ് നിർഭാഗ്യകരമായി കോടതിയുടെ ഈ വിധിയിലൂടെ ഇല്ലാതായിട്ടുള്ളത്. പെരിന്തൽമണ്ണ തെരഞ്ഞെടുപ്പ് കേസിൽ ഹൈക്കോടതി വിധി ആഹ്ലാദകരമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചു. സത്യം വിജയിച്ചെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. 24 മലപ്പുറം. അങ്കമാലി ശബരി റെയിൽപാതയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര റെയിൽവേ മന്ത്രിയുടെ പ്രസ്താവനയെ വിമർശിച്ച മുഖ്യമന്ത്രി, ശബരിപാതയിൽ അനങ്ങാപ്പാറ നയം കാണിക്കുന്നത് ആരാണെന്ന് ജനങ്ങൾക്കറിയാം. റെയിൽവേ മന്ത്രിയുടെ പ്രസ്താവന വസ്തുതകൾക്ക് നിരക്കുന്നതല്ല. സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തീർത്തും വസ്തുതകൾക്ക് നിരക്കുന്നതല്ല. അതേസമയം രാഷ്ട്രീയ പ്രേരിതമായ ഒരു പ്രസ്താവനയുമാണ് കേന്ദ്ര റെയിൽ മന്ത്രിയുടെ ഭാഗത്തുണ്ടായത്. അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കലാണ് എന്ന് വ്യക്തമാണ്. റെയിൽവേ അനുവദിച്ച 2125 കോടി രൂപയിൽ 1823 കോടി രൂപ 3 പാതയ്ക്ക് ചേർത്ത് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ശബരിപാതയിൽ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നത് ആരാണ് എന്നത് ഇതിനകം നാട് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. വിഴിഞ്ഞം
വിഴിഞ്ഞം ബാലരാമപുരം റെയിൽ പാതയ്ക്ക് പാരിസ്ഥിതിക അനുമതി ലഭിച്ചു. 10.7 കിലോമീറ്റർ പാതയ്ക്കാണ് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ചത്. 9.43 കിലോമീറ്ററും ഭൂമിക്കടിയിലൂടെയുള്ള തുരങ്കപാതയാണ്. സ്ഥലമേറ്റെടുക്കൽ അടക്കമുള്ള നടപടികൾ തുടരുകയാണ്. പദ്ധതിക്ക് ദക്ഷിണ റെയിൽവേയുടെ അനുമതി നേരത്തെ ലഭിച്ചിരുന്നു. കൊങ്കൺ റെയിൽവേക്കാണ് നിർമ്മാണ ചുമതല. വിഴിഞ്ഞം തുറമുഖത്തു നിന്നുള്ള ചരക്ക് നീക്കം എളുപ്പമാക്കുന്നതിനാണ് പദ്ധതി. ഇന്ന് സംഭവിച്ച വാർത്തകൾ സമഗ്രമായി പരിശോധിക്കുകയാണ് നമ്മൾ. ഇനി ഒളിമ്പിക്സ് വിശേഷങ്ങൾ. പാരീസ് ഒളിമ്പിക്സ് ഹോക്കി വെങ്കല മെഡൽ പോരിൽ ഇന്ത്യ സ്പെയിനിനെ നേരിടുകയാണ്. മലയാളി ഗോൾ കീപ്പർ PR ശ്രീജേഷിന്റെ വിടവാങ്ങൽ മത്സരമാണിത്. ഒളിമ്പിക്സ് ഡെസ്കിൽ ഏറ്റവും പുതിയ വിവരങ്ങളുമായി അനിൽ വാസുദേവ്. അനിൽ, ഇത് ലൂസേഴ്സ് ഫൈനലാണ്. നിലവിൽ സമനിലയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. പ്രതീക്ഷ എന്താണ് ഇന്ത്യയുടേത്? എന്തായാലും വെങ്കല മെഡൽ പ്രതീക്ഷയിൽ തന്നെയാണ് ഇന്ത്യ ഉള്ളത്. ഇപ്പോൾ സ്കോർ 1-1 എന്ന തരത്തിൽ ആയിരിക്കുകയാണ്. രണ്ടാം ക്വാർട്ടർ ഇപ്പോൾ പൂർത്തിയായതേ ഉള്ളൂ. രണ്ടാം ക്വാർട്ടറിന്റെ തുടക്കത്തിലാണ് സ്പെയിൻ ആദ്യം മുന്നിലെത്തിയത്. മിറാലസിലൂടെ 18-ാം മിനിറ്റിൽ മുന്നിലെത്തി. ആ രണ്ടാം ക്വാർട്ടർ തീരുന്ന ആ ഘട്ടത്തിൽ തന്നെ ഇന്ത്യ തിരിച്ചടിച്ചു. വീണ്ടും ഇന്ത്യയുടെ നായകൻ ഹർമൻപ്രീത് ആണ് ഇന്ത്യക്കായി ഗോൾ നേടിയത്. അങ്ങനെ 30-ാം മിനിറ്റിലെ ഗോളിലൂടെ ഇപ്പോൾ രണ്ടാം ക്വാർട്ടർ അവസാനിക്കുമ്പോൾ 1-1 എന്നതാണ് സ്കോർ. ഇനി 2 ക്വാർട്ടർ കൂടിയുണ്ട്, 15 മിനിറ്റ് വീതമുള്ള 2 ക്വാർട്ടർ. അത് പൂർത്തിയാകുമ്പോൾ ഇന്ത്യക്ക് വിജയം പിടിച്ചെടുക്കാൻ സാധിക്കുമെന്നും മെഡൽ നേടാനാകുമെന്നാണ് നമ്മളുടെ പ്രതീക്ഷ. റാങ്കിംഗ് ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ സമീപകാലത്തെ പ്രകടനങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യ തന്നെയാണ് ബെറ്റർ ടീം. ഇന്ത്യ ലോക റാങ്കിങ്ങിൽ 5ാം സ്ഥാനക്കാരും സ്പെയിൻ 8ാം സ്ഥാനക്കാരുമാണ്. ആ ഒരു കളിമികവൊക്കെ തന്നെ ഇന്ത്യക്ക് അടുത്ത 2 ക്വാർട്ടറിൽ കൂടി മികവ് പുലർത്താനാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിനപ്പുറം ഈ മത്സരം ഇന്ത്യ കളിക്കുന്നതിനെ തന്നെ ഇതിഹാസ താരം, മലയാളി താരം PR ശ്രീജേഷിന് വേണ്ടിയാണ്. അവസാന അന്താരാഷ്ട്ര മത്സരം കളിക്കുന്ന PR ശ്രീജേഷിന് ഒരു മെഡലോട് കൂടി യാത്രയപ്പ് നൽകാൻ ഇന്ത്യക്ക് ആകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അനുജ, അതെ, ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടി ഒളിമ്പിക്സ് ഹോക്കി ലൂസേഴ്സ് ഫൈനലിൽ 1-1. ഒളിമ്പിക്സിൽ അയോഗ്യയാക്കപ്പെട്ടതിന് പിന്നാലെ ഗുസ്തിയിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച വിനേഷ് ഫോഗട്ട് സ്വപ്നങ്ങൾ തകർന്നെന്നും ഇനി മത്സരിക്കാൻ കരുത്തില്ലെന്നും വിനേഷ് ഫോഗട്ട് സമൂഹമാധ്യമമായ എക്സിൽ കുറിച്ചു. എനിക്കെതിരായ മത്സരത്തിൽ ഗുസ്തി ജയിച്ചു, ഞാൻ തോറ്റു. എന്നോട് ക്ഷമിക്കൂ. നിങ്ങളുടെ സ്വപ്നവും എന്റെ ധൈര്യവും തകർന്നിരിക്കുന്നു. എനിക്കിപ്പോൾ കൂടുതൽ ശക്തിയില്ല. ഗുഡ് ബൈ റെസ്ലിംഗ്. നെഞ്ചുനീറി വിനേഷ് ഫോഗട്ട് കുറിച്ച വാക്കുകൾ. ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം. ഇക്കാലമത്രയും ഉറക്കവും ഇഷ്ടഭക്ഷണവും അവധി ദിനങ്ങളുമെല്ലാം ഉപേക്ഷിച്ച് പരിശ്രമിച്ചത് ഒളിമ്പിക്സിലൊരു മെഡലിന് വേണ്ടിയായിരുന്നു. ഒടുവിൽ ആ വലിയ നേട്ടം എത്തിപ്പിടിക്കുകയും ചെയ്തു. എന്നാൽ 100 ഗ്രാമിന്റെ ഭാരക്കൂടുതലിന്റെ പേരിൽ മെഡൽ നിഷേധിക്കപ്പെട്ടു, അയോഗ്യയാക്കപ്പെട്ടു. അതിൽ നിന്ന് കരകയറുക വിനേഷിനെ സംബന്ധിച്ച് ഒട്ടും എളുപ്പമായിരുന്നില്ല. ഏഷ്യൻ ഗെയിംസിലും കോമൺവെൽത്ത് ഗെയിംസിലും സ്വർണം നേടുന്ന ആദ്യ വനിതാ ഗുസ്തി താരം. ലോക ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ 2 വെങ്കല മെഡലുകൾ കുടുമ. കായിക ഓസ്കാർ എന്നറിയപ്പെടുന്ന ലോറസ് പുരസ്കാരത്തിന് ഇന്ത്യയിൽ നിന്ന് ആദ്യമായി നോമിനേറ്റ് ചെയ്യപ്പെട്ട താരം. വിനേഷിന്റെ ഇതിഹാസ തുല്യമായ കരിയറിലെ ചില നാഴികക്കല്ലുകൾ. സഹതാരങ്ങൾക്ക് വേണ്ടി തെരുവിലിറങ്ങിയ ഖേൽരത്നയും പത്മ പുരസ്കാരവും ഉപേക്ഷിച്ച വിനേഷ് ആത്മാഭിമാനത്തിന്റെ മറുപേര് കൂടിയാണ്. വിനേഷിന്റെ കഥകൾ തലമുറകൾക്ക് പ്രചോദനമാകും. ഒളിമ്പിക്സ് ഡെസ്ക് 24. ഒളിമ്പിക്സ് 57 കിലോ ഫ്രീ സ്റ്റൈൽ ഗുസ്തിയിൽ മിന്നും ജയത്തോടെ ഇന്ത്യയുടെ അമൻ സെറാവത്ത് സെമിയിൽ. മുൻ ലോക ചാമ്പ്യൻ അൽബേനിയയുടെ സലീം ഖാൻ അബ്കറോവിനെ 12-0 തകർത്താണ് അമൻ സെമിയിലേക്ക് മുന്നേറിയത്. ജപ്പാന്റെ റെയ് ഹിഗൂച്ചിയാണ് രാത്രി 9:45 നടക്കുന്ന സെമിയിലെ ഇന്ത്യയുടെ എതിരാളി. ഇതിൽ ജയിച്ചാൽ അമന് മെഡൽ ഉറപ്പിക്കാം. തിരികെ ഇന്ന് സംഭവിച്ചതിലേക്ക്. കാക്കനാട് സെസ്സിൽ തീപിടുത്തം. അടഞ്ഞുകിടക്കുന്ന ഫാക്ടറിയിൽ നിന്നാണ് തീ പടർന്നത്. 5 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കാനുള്ള ശ്രമം തുടങ്ങി. അശ്വിൻ പാലാഴി വിവരങ്ങളുമായി. അശ്വിൻ, തീ നിയന്ത്രണ വിധേയമായോ? ഈ തീപിടുത്തത്തിന്റെ വ്യാപ്തി എത്രയുണ്ട് എന്നതിന്റെ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ടോ? അനുജ, 6 മണിയോടുകൂടിയാണ് കാക്കനാട്
പ്രത്യേക സാമ്പത്തിക മേഖലയിലെ ഫാക്ടറിക്കുള്ളിൽ തീപിടിച്ചതായുള്ള വിവരം പുറത്തു വന്നത്. വലിയ തോതിൽ പുക പുറത്തേക്ക് ഉയർന്നതിനെ തുടർന്ന് നാട്ടുകാരാണ് ആ വിവരം അറിയിച്ചത്. തുടർന്ന് ആദ്യഘട്ടത്തിൽ ഏലൂരിൽ നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിയപ്പോൾ അത് വലിയ തീപിടുത്തമാണ് ഉള്ളിൽ ഉണ്ടായിരിക്കുന്നതെന്ന് കണ്ടെത്തി. തുടർന്ന് സമീപ പ്രദേശങ്ങളിൽ നിന്നായി 5 ഫയർഫോഴ്സ് യൂണിറ്റുകളാണ് സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തിയിരിക്കുന്നത്. അകത്ത് അത് റെക്സിൻ സൂക്ഷിക്കുന്ന വലിയ ഗോഡൌൺ ആണ് എന്നാണ് മനസ്സിലാക്കുന്നത് ഫാക്ടറിയുടെ. അതിന്റെ അകത്ത് പൂർണ്ണമായും ഈ റെക്സിനുകൾ കത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഫയർഫോഴ്സ് പറയുന്നത്. നിലവിൽ അവിടേക്ക് ആളുകളെ പ്രവേശിപ്പിച്ചിട്ടില്ല. ഫയർഫോഴ്സ് യൂണിറ്റുകൾ മാത്രമാണ് ഉള്ളത്. തീ ഇപ്പോഴും പടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും അണയ്ക്കാനുള്ള ശ്രമങ്ങളും തുടരുകയാണ്. ആളപായമില്ല, അടഞ്ഞുകിടന്ന ഗോഡൌൺ ആണ് എന്നുള്ളതാണ് ഫയർഫോഴ്സ് പറഞ്ഞത്. എന്തായാലും തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. അനുജ, കാക്കനാട് സെസ്സിൽ അടഞ്ഞുകിടന്ന ഗോഡൌണിൽ തീ പിടിച്ചു. തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമം തുടരുന്നു. വയനാട്ടിൽ ദുരന്ത ഭൂമിയിൽ നിന്ന് സൈന്യം ഭാഗികമായി പിൻവാങ്ങി. പെയിലി പാലത്തിലെ കരസേന എഞ്ചിനീയറിംഗ് വിഭാഗവും ഹെലികോപ്റ്റർ തിരച്ചിൽ സംഘവും മേഖലയിൽ തുടരും. വികാരനിർഭരമായിരുന്നു സർക്കാർ ഒരുക്കിയ യാത്രയയപ്പ്. സൈന്യത്തിന്റെ പ്രവർത്തനം മറക്കാൻ കഴിയില്ലെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് 24-നോട് പറഞ്ഞു. സൈന്യത്തെ സർക്കാരിന് വേണ്ടി മന്ത്രിമാർ ആദരവ് നൽകുന്ന ദൃശ്യങ്ങളാണിത്. വികാരപരമായിരുന്നു ആ കാഴ്ച. ചൂരൽമലയിലും പുഞ്ചിരിമട്ടത്തുമെല്ലാം ജീവൻ രക്ഷിക്കാൻ ഓടിയെത്തിയവരെ യാത്ര അയക്കുന്നത് ചേർത്തു പിടിച്ചുകൊണ്ടാണ്. സൈന്യത്തെ യാത്രയാക്കുന്നത് വേദനയോടെയാണെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് 24-നോട് പറഞ്ഞു. പക്ഷേ അവരെ കൊണ്ട് എന്തൊക്കെയാണോ സാധ്യമാവുക അതെല്ലാം അവർ ചെയ്തു. ഇനി അവർക്ക് മറ്റു പല ഉത്തരവാദിത്തങ്ങളും ഉണ്ട്. പക്ഷേ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നമുക്കൊപ്പം നിന്നൊരു പോരാട്ടമാണ് നടത്തിയത്. മന്ത്രിമാരായ AK ശശീന്ദ്രനും OR കേളുവും സൈനിക മേധാവിയെ ആലിംഗനം ചെയ്താണ് നന്ദി അറിയിച്ചത്. വയനാട് വിട്ടുപോകുന്നത് വേദനയോടെയാണെന്നും ഹൃദയത്തിൽ ഈ നാടുണ്ടാകുമെന്നും കേണൽ പരംവീർ 24-നോട് പറഞ്ഞു. hand share like this, we are working together and we'll continue to work together. Thank you so much. Thank you so much. കേരളവും വയനാടും നൽകിയ പിന്തുണയ്ക്ക് ആർമി നന്ദി പറഞ്ഞു. ദുരന്തമുഖത്ത പ്രതികൂല സാഹചര്യത്തിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച സൈന്യത്തിന് നാടാകെ സല്യൂട്ട് നൽകുകയാണ്. സൈന്യത്തിന് ജില്ലാ ഭരണകൂടം യാത്രയയപ്പ് നൽകി. കേരള സർക്കാർ ലോഗോയുള്ള ബിഗ് സല്യൂട്ട് മൊമെന്റോ മന്ത്രിമാർ സൈന്യത്തിന് നൽകി. സൈന്യം ജോലി നന്നായി പൂർത്തിയാക്കിയെന്നും വിടവാങ്ങൽ അനിവാര്യമെന്നും മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. ഹെലികോപ്റ്റർ തെരച്ചിൽ സംഘവും ബെയിലിപ്പാലത്തിലെ എഞ്ചിനീയറിംഗ് സംഘവും വയനാട്ടിൽ തുടരും. 24 വയനാട്. പശ്ചിമബംഗാൾ മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന CPIM നേതാവുമായ ബുദ്ധദേവ് ഭട്ടചാര്യ അന്തരിച്ചു. മൃതദേഹം മെഡിക്കൽ പഠനത്തിനായി വിട്ടുകൊടുക്കും. വിയോഗത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ അനുശോചനം അറിയിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു. CPIM കേന്ദ്ര കമ്മിറ്റിയിലും പോളിറ്റ് ബ്യൂറോയിലും അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കാൻ കഴിഞ്ഞ ഒരാളാണ് ഞാൻ. ആ നിലക്ക് സഖാവ് ബുദ്ധദേവിൻ്റെ വിയോഗം വ്യക്തിപരമായ ഒരു നഷ്ടം കൂടിയാണ്. വാർദ്ധക്യസഹജമായ അസുഖത്തെ തുടർന്ന് ദീർഘനാളായി ചികിത്സയിലായിരുന്നു ബുദ്ധദേവ് ഭട്ടചാര്യ. തെക്കൻ കൊൽക്കത്തയിലെ വസതിയിൽ രാവിലെ 8:20 അന്ത്യം. 2000-ൽ ജ്യോതി ബസു മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയുന്നതോടെയാണ് ബുദ്ധദേവ് ഭട്ടചാര്യ ആ സ്ഥാനത്തേക്കെത്തിയത്. 2011 വരെ മുഖ്യമന്ത്രി പദത്തിൽ ഇരുന്നു. ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട പ്രതിഷേധത്തോടെയാണ് പാർട്ടിക്ക് ഭരണം നഷ്ടമാകുന്നത്. ബുദ്ധദേവിന്റെ അന്ത്യകർമ്മങ്ങൾ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ നടത്തുമെന്ന് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി അറിയിച്ചു. മരണവാർത്ത ഞെട്ടിപ്പിക്കുന്നതെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി എക്സിൽ കുറിച്ചു. ബുദ്ധദേവ് ഭട്ടചാര്യയുടെ വിയോഗം പാർട്ടിക്ക് വലിയ നഷ്ടമാണെന്നും മൃതദേഹം മെഡിക്കൽ പഠനത്തിനായി നൽകുമെന്നും CPIM പൊളിറ്റ് ബ്യൂറോ അംഗം MA ബേബി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, ബംഗാൾ ഗവർണർ CV ആനന്ദബോസ്, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ, CPIM പാർട്ടി നേതാക്കൾ തുടങ്ങിയവർ അനുശോചിച്ചു. നാളെ രാവിലെ 10:30 കൊൽക്കത്തയിലെ പാർട്ടി ആസ്ഥാനത്തെ പൊതുദർശനത്തിന് ശേഷം ഉച്ചയോടെ NRS ആശുപത്രിക്ക് പഠനത്തിനായി മൃതദേഹം വിട്ടു നൽകും. 24 ഡൽഹി. ഒളിമ്പിക്സ് ഹോക്കി വെങ്കല മെഡൽ മത്സരത്തിൽ സ്പെയിനിനെതിരായ മത്സരത്തിൽ ഇന്ത്യക്ക് ലീഡ് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. 2-1 സ്പെയിനെതിരെ ഇന്ത്യ ലീഡ് ചെയ്യുന്നു. പ്രേക്ഷക പിന്തുണയിൽ വിജയക്കുതിപ്പ് തുടർന്ന് 24. ടെലിവിഷൻ ബാർക്ക് റേറ്റിംഗിൽ ഈ ആഴ്ചയും 24 ഒന്നാമതെത്തി. ബാർക്ക് യൂണിവേഴ്സ് കാറ്റഗറിയിൽ 31-ാം ആഴ്ചയിലും 24 ഒന്നാമതാണ്.
ഒപ്പം നിന്ന പ്രേക്ഷകർക്ക് നന്ദി. ഇന്ന് സംഭവിച്ചത് അവസാനിക്കുന്നു.